1970 കോഴിക്കോട് സെൻറ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂൾ മാഗസീനാണ് എൻ്റെ കയ്യിലുള്ളത്. സെൻറ് ജോസഫ്സ് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെയും എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും, ശ്രീകുമാര, എന്തുകൊണ്ടാണ് നീ നിൻ്റെ സ്കൂളിനെ കുറിച്ച് ഒന്നും എഴുതുകയോ പറയുകയോ ചെയ്യാത്തത്? അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ 1970 മാഗസിൻ ഒന്ന് തുറന്ന് കാണിച്ച് തരാം. അന്ന് ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ചുമ്മാരച്ചനായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഡോക്ടർ എ മാക്കിൽ ഫാദർ ആയിരുന്നു, റവറൻ. ഫാദർ ചുമ്മാരച്ചനെ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. മാക്കിൽ ഫാദർ അടി കിട്ടാത്ത സ്കൂളിലെ ഒരു കുട്ടിയുണ്ടാവും. ഒരു വിഷയത്തിൽ തോറ്റാൽ ഒരടി വീതം, 6 വിഷയത്തിൽ തോറ്റ കുട്ടികൾക്ക് 6 അടി. അങ്ങനെ അന്ന് ഏകദേശം ഒരു ക്ലാസ്സിൽ 40 വീതം കുട്ടികളുണ്ട്. അത് A B C D E F വരെ ഉണ്ട്. ഇത്രയും കുട്ടികളെ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞാലും അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞാലും ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് തരികയാണ് റവറൻ ഫാദർ എ മാക്കിൽ എസ്റ്റേ ചെയ്തിരുന്നത്. 3 or 4 തരം വലിയ ചൂരൽ, ഈ ചൂരൽ പിന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടാവും. ആ പ്ലാസ്റ്റർ നോക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഓരോ കുട്ടികളെ വിളിച്ചിട്ട്, അതൊരു വലിയൊരു ക്രിയയാണ്, ഒരു 10-20 ദിവസം നീണ്ടിരിക്കുന്നത്. ഈ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരട്ടി ഇതും ഈ ചൂരലുമായി ക്ലാസ്സിലേക്ക് വരും. ഉച്ചയ്ക്ക് ഉണ്ടാവും, രാവിലെ 2 ട്രിപ്പാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിങ്ങനെ കുനിഞ്ഞു നിന്ന് ട്രൗസർ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഈ ചൂരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് മൂളലോട് കൂടിയ ഒരു അടിയാണ്. അങ്ങനെ 6 അടി 7 അടി എല്ലാ കുട്ടികൾക്കും കിട്ടും. എന്നാലും ആ ഹെഡ് മാസ്റ്ററോട് യാതൊരു സങ്കടം ദേഷ്യം ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും കുട്ടികളെ ഈ മനുഷ്യൻ അടിക്കുന്നു എന്നുള്ളതാണ് അതിനും വേണ്ടേ. പക്ഷെ അന്നൊക്കെ ആ കുട്ടികളൊക്കെ പിന്നീട് പഠിച്ച് നന്നാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ചൂരൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസും പട്ടാളവും വന്ന് ചൂരലടക്കം എടുത്തു കൊണ്ടുപോകും. ഹെഡ് മാസ്റ്റർക്ക് അവിടെ പണി ഉണ്ടാവാതിരിക്കും. ഈ മാക്കിൽ ഫാദറെ കുറിച്ച് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈക്കിൾ ഫാദർ ഞാൻ എന്താ പറയുക, 5ാം ക്ലാസ്സിൽ ചേരുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. ഞാൻ പോയി ചേരുമ്പോൾ മൈക്കിൾ ഫാദർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വേറൊരു കാര്യമുണ്ട്. അന്ന് സ്കൂളുകളിൽ ആർക്കും സിഗരറ്റൊക്കെ വെച്ച് അധ്യാപകർക്ക് നടക്കാം. ഈ മാക്കിൽ ഫാദർ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ രീതിയിലുള്ള ചുരുട്ട് മാത്രമേ വലിക്കൂ. നന്നായി ഫുട്ബോൾ കളിക്കും, എല്ലാ ആക്ടിവിറ്റീസും, സിനിമയ്ക്ക് പോലും. അന്ന് ഹോസ്റ്റലൊക്കെ ഉള്ള സമയമാണ്. ബോർഡിങ്ങിൽ നിന്നാണ് നമ്മൾ ഈ പുറമേ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബോർഡിംഗ് ഉണ്ട്. ബോർഡിങ്ങിലൊക്കെ കുട്ടികളോടൊക്കെ ഭയങ്കര പെരുമാറി നടക്കുന്ന ഈ മൈക്കിളിന് വേറൊരു മൈക്കിൾ ഫാദർ അക്കാലത്ത് കോഴിക്കോട് ആനക്കുളം യൂണിറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഒരു പുരോഹിതനും ഹെഡ് മാസ്റ്ററും ഒക്കെ ആയിരുന്ന ഒരു വലിയ നിലയിലുള്ള ഒരാൾ അക്കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു യൂണിറ്റ്, ആനക്കുളം യൂണിറ്റിൻ്റെ പ്രസിഡൻ്റ് ആവുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അതിന് തെളിവ് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ യൂണിറ്റിൽ അന്ന് കോൺഗ്രസ് പ്രവർത്തകനും KSUക്കാരനായിരുന്നു. ഈ ഫാദർ വേറെ രസകരമായ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് സ്കൂൾ പഠിക്കുന്നതിന് മുമ്പ്, ആ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സെൻറ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിൽ ചേരുന്നതിന് മുമ്പ് സെൻറ് ആഞ്ചലാസ് UP സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്ത് എൻ്റെ സഹോദരന്മാരും പല വോട്ട് ആവശ്യത്തിനൊക്കെ അമ്മയോടൊക്കെ ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കയറും. അവിടെ ഒരു വലിയ കൂട്ടിൻ്റെ അകത്ത് ഒരു പെരുമ്പാമ്പ്. അപ്പോൾ ഇത്ര വർഷമായിട്ടുള്ളതാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെരുമ്പാമ്പിനെ തോളിലിട്ട് നിൽക്കലാണ് ഈ ഫാദർ മാക്കിളിൻ്റെ ഒരു വിനോദം. ഇപ്പം നമ്മൾ പട്ടീനെയും നായിനും പൂച്ചേനെയും കോഴീനെയൊക്കെ പോറ്റുന്ന മാതിരി മാക്കിൾ ഫാദർ പോറ്റുന്നത് ഒരു വലിയ ഭീമൻ ഈ പെരുമ്പാമ്പിനെയാണ്. ഈ പെരുമ്പാമ്പിൻ്റെ ഏക ഭക്ഷണം കാക്കകളാണ്.
അപ്പോൾ കാക്കേനെ പിടിയന്മാരൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനടക്കമുള്ള ആളുകൾ അക്കാലത്ത് പെരുമ്പാമ്പിന് കാക്കേനെ പിടിക്കാനുള്ള ചില ഒരു കെണിയൊരുക്കാറുണ്ട്. അത് ഭയങ്കര രസകര ഒരു സാധനമാണ്. സ്കൂളിലെ കിഴക്ക് വശത്ത് ഹെഡ് മാസ്റ്റർ റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ഹാളുണ്ട്. അതിന് നമ്മൾ പറഞ്ഞിരുന്നത് ഡ്രിൽ ഷെഡ് എന്നാണ്. മഴയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈതാനത്ത് പോകാനൊന്നും പറ്റാത്തതിനെ കൊണ്ട് ഉള്ള ചെറിയ ചെറിയ കളികൾക്കൊക്കെ ആയിട്ടുള്ള ഒരു ഷെഡായിരുന്നു അത്. ആ ഷെഡിനോട് മുഖത്തോട് ചേർന്ന് ഒരു കോണിപ്പടിക്ക് വശത്ത് ഒരു കള്ളി അടിച്ചൊരു ഇതിലാണ് പെരുമ്പാമ്പ് താമസിച്ചിരുന്നത്. ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കുള്ള ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നത് ഈ ഹാളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫുഡ് അവിടെ ഉള്ളത് കൊണ്ട് 12-1 മണിയാകുമ്പോഴത്തേക്കും കാക്കകൾ ജനലിൻ്റെയൊക്കെ പരിസരത്തുമൊക്കെ ചുറ്റി നടക്കും, കുട്ടികളുടെ എച്ചിലിരുന്നാൽ വേണ്ടി. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് ചോറ് അവിടേക്ക് ഇട്ടിട്ട് നിൽക്കും. അങ്ങനെ കുട്ടികളിങ്ങനെ പോകുന്നതോടുകൂടി ഈ കാക്കകൾ ഇതിൻ്റെ അകത്ത് 1-2 കാക്ക എന്തായാലും അതിൻ്റെ അകത്ത് പെടും. അപ്പോൾ ഈ ജനലിൻ്റെ അടുത്ത് കുട്ടികളിങ്ങനെ കാത്തുപോകും. അതായിരുന്നു നമ്മൾ ജോലി. ഒറ്റ അടയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നായിട്ട് എല്ലാ ജനലുകളും അടഞ്ഞോടുകൂടി ഈ കാക്കകൾ അതിൻ്റെ അകത്ത് പെടുകയും വാതിലടയ്ക്കുകയും ചെയ്യും. പിന്നീട് അതിൻ്റെ അകത്തേക്ക് ജോർജ് അങ്ങനെ കുറച്ച് അവിടുത്തെ സഹായികളുണ്ട് സ്കൂളിലെ, അവരൊരു വടിയായിട്ട് ഇങ്ങനെ പിറകെ ഓടി ഈ കാക്കകൾ വല്ലാണ്ട് ടയേർഡാവും. ആ ടയേർഡാവുന്ന സമയത്താണ് ഈ കാക്കേന് നമ്മൾ ഈ പെരുമ്പാമ്പിൻ്റെ ഇത് തുറന്ന് അതിൻ്റെ അകത്തേക്ക് വെക്കുക. ഈ കാക്ക കുറേ ദിവസം, ഒരു കാക്കനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് മറ്റത്തെ കാക്കനെ തിന്നും. പക്ഷെ അതുവരെ ഇവർ 2 പേരും നല്ല ഇണക്കത്തിലായിരിക്കും. പാമ്പിൻ്റെ മേലെ കാക്ക കുത്തിരിക്കും, പാമ്പിൻ്റെ അടുത്ത് കൂടെ ഇഴയും, പാമ്പ് കാക്കേൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പാമ്പ് പോവുകയും ചെയ്തിരിക്കുക. ഇദ്ദേഹം പോകുന്നതിന് ശേഷം വേറെ ഒരു വിരോധികളാരോ പാമ്പിനെ കൊന്നൊന്നും അങ്ങനെ എന്തൊക്കെയോ കഥകളുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിൾ ഫാദറെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ഫാദറെ കുറിച്ച് അടുത്ത ദിവസം ഞാൻ പറയും. താങ്ക് യു.